നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ബോഡി എടുക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യണം. അതുകൂടാതെ ഫോറൻസിക്കിന്റെ ആൾക്കാരെ വിവരം അറിയിക്കുകയും വേണം. ഓക്കെ സാർ. പിന്നെ ആദ്യം ബോഡി കണ്ട ആളാരണം തിരക്കി മൊഴിയെടുക്കണം. ഓക്കെ സാർ. ശരി ശരി. ഹലോ സർ, സർ ഇവിടെ പാറക്കുളത്തിൽ ഒരു ഡെഡ് ബോഡി കണ്ടെത്തിയിട്ടുണ്ട്. എവിടെ? ഏത് പാറക്കുളത്തിൽ? സർ, പഴയ MLA വീടിനടുത്തുള്ള കേസിൽപ്പെട്ട് കിടന്നിരുന്ന ഒരു കോറിയില്ലേ, അവിടെയാ. ബോഡി ആരുടേതാണെന്ന് തിരിച്ചറിഞ്ഞു? ഇല്ല സർ, ഞങ്ങൾ ഇപ്പോൾ സംഭവ സ്ഥലത്ത് എത്തിയുള്ളൂ. സാറൊന്ന് ഇവിടെ വരെ വന്നിരുന്നെങ്കിൽ. ഞാനിപ്പോ വരാം. ഡ്രൈവർ, വണ്ടി എടുക്കാം. എന്നിട്ട് തന്റെ അവന്തികടുത്ത് എന്തു പറഞ്ഞു? ഒന്നും പറഞ്ഞൊന്നുമില്ല. പക്ഷേ അർച്ചനടുത്തേക്ക് ഇത് എന്തു പറ്റി? അതും ഇത്ര പെട്ടെന്ന്. ഇന്നലെ ഫോട്ടോഷൂട്ട് സമയത്ത് ഞാനും ശ്രദ്ധിച്ചിരുന്നു. പെട്ടെന്ന് നമ്മളോടൊരു സ്നേഹം. അത് കണ്ട് സന്തോഷിക്കും സമാധാനിക്കൊന്നും വേണ്ട. ഒരു കാര്യത്തിന് വാശി പിടിച്ച അത് നടത്തിയെടുത്ത് ഏട്ടത്തി അടങ്ങും. അതെനിക്ക് നേരിട്ടറിയാവുന്ന കാര്യ. ഏയ്, ഇതൊന്നും ആവില്ല. നമ്മുടെ കാര്യത്തിൽ എതിർത്ത് നിന്നിട്ടും കാര്യമില്ലാന്ന് തോന്നിക്കാണും. അവരെ കൊണ്ട് പറ്റാവുന്നതൊക്കെ ചെയ്തു കഴിഞ്ഞില്ലേ? എല്ലാവരോടും ഞാൻ മോശക്കാരനാണെന്ന് പറഞ്ഞു പരത്തി. എന്നെ കള്ളക്കേസിൽ ജയിലിൽ അടയ്ക്കാൻ ശ്രമിച്ചു. അതൊക്കെ പരാജയമായപ്പോ അവർക്ക് തന്നെ തോന്നിക്കാണും ഇതൊന്നും നടക്കുന്ന ലക്ഷണമില്ലെന്ന്. രണ്ടുപേരും മനസ്സറിഞ്ഞ് സ്നേഹിച്ച് വിശ്വസിച്ച് ഒന്നിക്കാൻ തീരുമാനിക്കുന്നിടത്ത് മറ്റ് അപവാദങ്ങൾക്ക് ഒരു വിലയും ഉണ്ടാവില്ല. അതെനിക്കും തോന്നി. നമ്മുടെ സ്നേഹം കൂടുന്നതല്ലാതെ കുറയുന്നില്ലല്ലോ. ആര് വിചാരിച്ചാലും നമ്മൾ പിരിക്കാനും പറ്റില്ല. അത്രയ്ക്ക് അടുത്തു പോയ രണ്ടുപേരല്ലേ നമ്മൾ രണ്ടും. സത്യം പറഞ്ഞ നമ്മുടെ ഈ ബന്ധം ഇത്രയ്ക്കും വളരാൻ കാരണം ഈ ബന്ധത്തെ എതിർക്കുന്നവരാ. അവരെ എതിർക്കും തോറും നമുക്കിടയിലുള്ള ഇഷ്ടവും വിശ്വാസവും കൂടുന്നേ ഉള്ളൂ. ഇത്രയും പേരും ചുറ്റിനും നിന്ന് ഇത് വേണ്ടെന്ന് പറഞ്ഞപ്പോഴും താനെന്താ എന്നെ അവിശ്വസിക്കാത്തത്? ഒരിക്കൽ പോലും തള്ളി പറയാത്തത്? എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടും അതിനപ്പുറം ധനുഷിന് വിശ്വാസം ഉള്ളതുകൊണ്ടും. ഞാൻ ആദ്യമായിട്ടാ ഒരാളെ സ്നേഹിക്കുന്നത്. ധനുഷിനൊപ്പം എങ്ങനെയുള്ള ജീവിതം ഈശ്വരൻ തന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചോളാം. ഇഷ്ടക്കൂടുതലുള്ളിടത്ത് പരാതിയും പരിഭവവും ഒന്നുമില്ലല്ലോ. ഞാനും ഒരാളെ സ്നേഹിക്കുന്നത് ആദ്യമായിട്ടാ. ഇപ്പൊ തോന്നുന്നു കുറെ കാലം മുൻപ്
തന്നെ പരിചയപ്പെടണമായിരുന്നു. ആരും അറിയാതെ പ്രണയിക്കുന്ന സുഖം ആവോളം അനുഭവിച്ചിട്ട് മതിയായിരുന്നു ഈ വിവാഹം. രഹസ്യമായി പ്രണയിച്ച് ആരും കാണാതെ സിനിമയ്ക്കൊക്കെ പോയി, ആരും കാണാതെ തമ്മിൽ കണ്ട് സംസാരിച്ച്, അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇതിപ്പോ എപ്പോ വേണേലും കാണാം, സംസാരിക്കാം, കറങ്ങാൻ പോവാം. അപ്പൊ കൂടുതൽ ഇഷ്ടം കള്ളത്തരം കാണിക്കുന്നതിലല്ലേ? ഒരു പ്രത്യേക ഫീലല്ലേ അത്. കള്ളത്തരങ്ങൾ പ്രണയത്തിലേക്ക് വരുമ്പോ അതിനൊരു പ്രത്യേക ഭംഗിയാണ്. താനൊന്ന് ഓർത്തു നോക്കിയേ, നമ്മളിവിടെ ആരും അറിയാതെ പ്രണയിക്കുകയാണെന്ന് കരുതുക. ആരും അറിയാതെ താനിപ്പോ എന്നെ കാണാൻ വന്നെന്നും കരുതുക. പെട്ടെന്ന് തന്റെ സച്ചിയേട്ടൻ ഇങ്ങോട്ട് വന്നാൽ എന്താ സംഭവിക്കുക? ഞാൻ ധനുഷിന് ചായയും കൊണ്ടുവന്നത്. അറിഞ്ഞു. ചായ കൊണ്ടുവന്നോളെ ഇതുവരെ കണ്ടില്ലെന്ന് അർച്ചന പറഞ്ഞിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഏതൊരു ഭർത്താവിനും ആഗ്രഹിക്കാം താൻ ഉറക്കം എഴുന്നേക്കുമ്പോ ഭാര്യ ഒരു കപ്പ് ചായയായിട്ട് നിൽക്കണമെന്ന്. അതുപോലെ ധനുഷിന് ആഗ്രഹം കാണും, അതൊക്കെ എനിക്ക് മനസ്സിലാവും. ആ ആഗ്രഹമൊക്കെ ധനുഷിന്റെ വിവാഹം കഴിഞ്ഞ് ആ ഭാര്യയോട് മതി, എന്റെ അനിയത്തിയോട് വേണ്ട. നീ നെല്ലിശ്ശേരി ഗ്രൂപ്പിന്റെ ഓണറിൽ ഒരാളാ, ഇവൻ അവിടുത്തെ സ്റ്റാഫും. അതായത് നിന്റെ ശമ്പളക്കാരനാണ് ഈ നിൽക്കുന്ന ധനുഷ്. നീയൊരു ചായ കൊണ്ട് കൊടുക്കുന്നതില് യാതൊരു തെറ്റുമില്ല. ചായ കുടിച്ച് ഇയാൾക്ക് ഉന്മേഷം ഉണ്ടായാലേ ഇയാളുടെ ജോലി നല്ല രീതിയിൽ നടക്കും. അങ്ങനെ നടന്നാലേ നമുക്ക് ലാഭം കിട്ടൂ. ആ ലാഭം നോക്കി മാത്രമാവണം നിന്റെ പ്രവൃത്തികളും. അതിനപ്പുറത്തേക്ക് വ്യക്തിപരമായ ഒരു ലാഭവും നീ ഉണ്ടാക്കാൻ ശ്രമിക്കണ്ട. നിന്നോട് ഇവിടുന്ന് ഇറങ്ങിപ്പോന്ന് പറയാൻ മടിച്ച ഞാൻ ഇത്രയും വിവരിച്ചു പറഞ്ഞത്. അതിന് നിന്റെ മുഖത്ത് നോക്കി പറയണോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.